അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് ആഡ് എങ്ങനെ സെറ്റപ്പ് ചെയ്യുക എന്നുള്ളതാണ്. സോ നമ്മളുടെ ആഡ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഷോ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ക്യാമ്പയിൻ ഒപ്റ്റിമൈസേഷൻ സ്കോർ എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഈ ഒപ്റ്റിമൈസേഷൻ സ്കോർ എന്നുള്ളത് ഒരു 80 ആണെങ്കിൽ കുഴപ്പമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. എങ്കിലും അതിലേക്ക് കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളൊരു ബിഗിനർ ആണെന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കഴിയുന്നത് പോലെ നിങ്ങൾ ഫസ്റ്റ് ചെയ്തു പോവുക, എന്നിട്ട് ഒപ്റ്റിമൈസേഷൻ ചെയ്യലായിരിക്കും നിങ്ങൾക്ക് ബെറ്റർ. എങ്കിലും മാക്സിമം ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് കുഴപ്പമില്ലാത്ത റിസൾട്ടുകൾ കിട്ടും. സോ ഫൈനൽ യു ആർ എൽ എന്ന് പറഞ്ഞാൽ എവിടെയാണോ ഈ പരസ്യം ക്ലിക്ക് ചെയ്തത്, ഇവിടെ ക്ലിക്ക് ചെയ്താൽ എവിടെയാണോ ലാൻഡ് ചെയ്യേണ്ടത്, എത്തേണ്ടത് എന്നുള്ളതിൻ്റെ ലിങ്കാണ് ഫൈനൽ യു ആർ എൽ. സോ എവിടെയാണ് എത്തേണ്ടത് എന്നുള്ളത് നിങ്ങളിവിടെ ആ ലിങ്ക് ഇവിടെ കൊടുക്കുക. സെപ്പറേറ്റ് ലാൻഡിംഗ് പേജ് ഉണ്ടാക്കിക്കണമെങ്കിൽ നിങ്ങളത് കൊടുക്കാം, അല്ലെങ്കിൽ ആ വെബ്സൈറ്റിൻ്റെ ഹോം പേജ് കൊടുക്കാം. സോ എപ്പോഴും ബെറ്റർ നിങ്ങൾ അതിനായിട്ട് പരസ്യത്തിനായിട്ട് ഒരു പേജ് വെബ്സൈറ്റിൽ ക്രിയേറ്റ് ചെയ്യലാണ്. അതിനെ ലാൻഡിംഗ് പേജ് എന്ന് പറയും. നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളത് ഹെഡ്ലൈൻസ് ആണ്. ഹെഡ്ലൈൻസ് എന്ന് പറഞ്ഞാൽ ഈ വലുതായി കാണുന്ന കാര്യങ്ങളാണ് ഹെഡ്ലൈൻ. ഇവിടെ 3 വരെയാണ് ഹെഡ്ലൈന് കൊടുക്കുക. നമ്മൾ കൊടുക്കുന്ന 3 ഹെഡ്ലൈനാണ് ഒരു പരസ്യത്തിൽ ഷോ ചെയ്യുക. ഏറ്റവും ബെറ്റർ ക്ലിക്ക് കിട്ടുന്ന ഏതാണോ അതാണ് ഇവർ ഷോ ചെയ്യുക എപ്പോഴും. സോ ഇവിടെ നമ്മൾ ഓട്ടോമാറ്റിക് ജനറേറ്റ് ആയിട്ടുള്ള കുറേ ഇതുണ്ട്. ഇനി നമുക്ക് മാനുവലി നിങ്ങൾക്ക് എഴുതി കൊടുക്കുകയും ചെയ്യാം, നിങ്ങൾ ഇഷ്ടം പോലെ. ഇനി ഒന്ന് എപ്പോഴും ഫസ്റ്റ് ടൈം കാണിക്കണം എന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ട്രാസി ഡിജിറ്റൽ അക്കാദമി എന്നുള്ളത് എപ്പോഴും 1ാം സ്ഥാനത്ത് കാണിക്കണം. അഥവാ എവിടെയാണോ കാണിക്കേണ്ടത് വെച്ചാൽ, ഇത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എവിടെയെങ്കിലും ട്രാസി ഉണ്ടായിരിക്കണം നിർബന്ധമാണ്. അത് കൊടുക്കലാണ് എപ്പോഴും ബെറ്റർ. അങ്ങനെ ആകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സ്റ്റിക്കി ആയിട്ട് എപ്പോഴും 1ാമത്തെ പൊസിഷനിലാണ് ട്രാസി ഡിജിറ്റൽ അക്കാദമി കാണിക്കണം എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ ഓരോരുത്തരും നോക്കുന്ന ഇവർക്ക് അറിയുന്നുണ്ടാവും, അപ്പോൾ ഓഫർ കണ്ടാൽ നോക്കുന്നവരായിരിക്കും, അങ്ങനെ പലതും നോക്കുന്നവരും. അപ്പോൾ നമ്മൾ ബ്രാൻഡ് നെയിമായിട്ട് കൂടെ പോകണം നിർബന്ധമാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എന്ത് ചെയ്യാം, ആ ഓൺലൈൻ റെക്കമെൻഡഡ് അഥവാ ഇവർ റെക്കമെൻഡ് ചെയ്യുന്ന ഈ ഒരു സംഭവം കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ എപ്പോഴും ഫസ്റ്റിന് വേണമെങ്കിൽ അത് കൊടുക്കാം, എന്തും ചെയ്യാം. അപ്പോൾ ഞാനിത് കൊടുത്തിരിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് ബാക്കിയുള്ളതൊക്കെ എങ്ങനെ വന്നാലും കുഴപ്പമില്ലാത്ത രൂപത്തിൽ നമ്മൾ അവർക്ക് കൊടുത്തിരിക്കുന്നു. ഓൺലൈൻ ക്ലാസ് ഉണ്ടെങ്കിൽ ഇത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട, ഈ AI തരുമ്പോൾ നല്ല ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അനാവശ്യമായിട്ടുള്ള ഇപ്പോൾ അഡ്വാൻസ്ഡ് ഡിപ്ലോമ AI അതല്ല, AIയിലുള്ള അഡ്വാൻസ്ഡ് ഡിപ്ലോമ അല്ല, AI ഇൻ്റഗ്രേറ്റഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ്. ഓക്കെ, അപ്പോൾ അത് നല്ല ശ്രദ്ധിക്കുക. നമ്മൾ ഇല്ലാത്ത കീവേഡുകൾ ഒരിക്കലും കൊടുക്കാൻ നിൽക്കരുത്. ബെസ്റ്റ് പ്രൈസ് എന്നുള്ളൊരു കൺസെപ്റ്റ് നമ്മളതിൽ അപ്ലിക്കബിൾ അല്ല. അപ്പം അതുകൊണ്ട് അതിന് പറ്റിയത് നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ മാറ്റിയിട്ട് പുതിയ കൊടുക്കാം. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് പറ്റിയ കൊടുക്കാം, വേണ്ടാത്തത് നിങ്ങൾക്ക് സിംപ്ലി ഒഴിവാക്കുകയും ചെയ്യാം. അപ്പോൾ നല്ല ശ്രദ്ധിക്കേണ്ട, AI ഉണ്ടാക്കുമ്പോൾ നമ്മൾക്ക് അനാവശ്യമായിട്ട് ഓരോ ഇഷ്ടത്തിന് എല്ലാം ഉണ്ടാക്കി തന്നിട്ടുണ്ടാവും. സോ നെക്സ്റ്റ് ആണ് ഡിസ്ക്രിപ്ഷൻ എന്നുള്ളത് ഇതിൻ്റെ താഴെ ഷോ ചെയ്യുന്നതാണ് എന്ത്, ഡിസ്ക്രിപ്ഷൻ. സോ അതും നല്ലത് ക്വാളിറ്റിയിൽ അവർ AI ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. സോ നമുക്കത് വായിച്ചു നോക്കാം. നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ഇൻ കൊച്ചി, അത് റോങ് കീവേഡാണ്. അപ്പോൾ നമ്മൾ കൊച്ചിയിലല്ല, അപ്പോൾ ആ ചേഞ്ചുകൾ വരുത്തുക പട്ടാമ്പി. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ട ചേഞ്ചുകൾ വരുത്തിയിട്ട് ആ ഒരു സെറ്റപ്പിലേക്ക് മാറ്റാം. ദി പ്രൊഡക്റ്റ് ടൈനിങ് ഒക്കെ കൃത്യമായിട്ട് വായിച്ച് നോക്കുക. സ്റ്റഡി ഇൻ്റർനാഷണൽ വാല്യൂ അറൗണ്ട് ദ ഗ്ലോബ്. അപ്പോൾ നിങ്ങൾക്ക് പറ്റിയ രൂപത്തിൽ എങ്ങനെയാണോ വേണ്ടത് എന്നുള്ളത് നിങ്ങളത് അഡ്ജസ്റ്റ് ചെയ്യുക. നല്ല ശ്രദ്ധിക്കണം. നിങ്ങൾ റോങ് ആയിട്ടുള്ള കീവേഡുകൾ കൊടുത്താൽ അല്ലെങ്കിൽ എഴുത്തുകൾ കൊടുത്താൽ ഒരുപക്ഷേ നമ്മുടെ ക്വാളിറ്റി സ്കോറിനെയും ബാധിക്കും. മാത്രമല്ല ആളുകൾ വന്ന് കയറി നോക്കിയതിന് ശേഷം അവർക്ക് ട്രസ്റ്റ് നഷ്ടപ്പെടും, അവർ നമ്മളെ പറ്റിച്ചിട്ട് കൊണ്ടുവന്നതാണെന്നുള്ളൊരു ഫീല്. അടുത്താണ് ബ്രാൻഡ് നെയിം ആൻഡ് ലോഗോസ്. ചില സമയങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യും, നമ്മളുടെ അഡ്വർടൈസിങ് വെരിഫിക്കേഷൻ ചെയ്യേണ്ടി വരും. സോ നിങ്ങൾക്ക് ടൂൾസിൽ സെറ്റിങ്സിൽ പോയാൽ ഇതിനുള്ള ഓപ്ഷൻസ് ഉണ്ട്, വെരിഫിക്കേഷൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ചില സമയങ്ങളിൽ നമ്മൾ ആഡ് അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യുക, ആ സമയങ്ങളിലാണ് നമ്മളോട് വെരിഫിക്കേഷൻ ചെയ്യാൻ പറയുക. അപ്പോൾ നിങ്ങളുടെ കമ്പനിയുടെ ഡാറ്റ ഒക്കെ അയച്ചു കൊടുക്കുന്നുണ്ട്. സാധാരണ പൊതുവെ ചോദിക്കാറില്ല, വളരെ കൺഫ്യൂസിങ് ആയിട്ടുള്ള ബിസിനസ്സോ അല്ലെങ്കിൽ അവരുടെ ബോട്ടുകളൊക്കെ ഒരു കൺഫ്യൂഷൻസ് ക്രിയേറ്റ് ചെയ്യുകയൊക്കെ എന്തെങ്കിലും ചെയ്താലാണ് പൊതുവെ ബ്ലോക്ക് ആക്കാറുള്ളത്. അപ്പോൾ ബിസിനസ്സിൻ്റെ വലിപ്പം ചെറുപ്പം നോക്കിയിട്ടല്ല അത് ബ്ലോക്ക് ആക്കാറുള്ളത്. അവർക്ക് ഡൗട്ട് തോന്നുന്ന അങ്ങനെയൊക്കെയാവുന്ന സാഹചര്യങ്ങളിലാണ് ആ ഒരു പ്രശ്നം വരാറുള്ളത്. ഓക്കെ, പിന്നെ വലിയ കമ്പനികൾ നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ചില കമ്പനികളുടെ ലോഗോ കൂടി സെർച്ച് എഞ്ചിനിൽ കാണിക്കും. അപ്പോൾ അതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം,
ഇവിടെ ലോഗോ ഒക്കെ കണക്ട് ചെയ്തിട്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, വെരിഫിക്കേഷൻ ചെയ്യേണ്ടി വരും. സോ ഇപ്പോൾ നമ്മൾ അതിലേക്ക് കിടക്കേണ്ട, കാരണം ഇവിടെ അഡ്വർടൈസർ വെരിഫിക്കേഷൻ എന്നുള്ളത് ബില്ലിങ്ങിലാണ്, സോറി ടൂൾസിലല്ല, ബില്ലിങ്ങിൽ നമുക്ക് അഡ്വർടൈസർ വെരിഫിക്കേഷൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്തതാണ് സൈറ്റ് ലിങ്ക്.